എല്ലാ യുദ്ധങ്ങളിലും ക്രിസ്തുവിങ്കലേക്ക് വലിയൊരു മുന്നേറ്റമുണ്ടാകുന്നു. മുസ്ലിങ്ങളുടെ മിഷണറിയായ പാസ്റ്റർ. മിഡിൽ ഈസ്റ്റിലുടനീളം മിക്കപ്പോഴും യുദ്ധങ്ങളും സംഘർഷങ്ങളുമാണ്. യുദ്ധങ്ങൾ രൂക്ഷമാകുമ്പോൾ ദശലക്ഷക്കണക്കിന് ആളുകൾ, കൂടുതലും മുസ്ലിങ്ങൾ, ദുരിതക്കടലിലാകുന്നു. കുടുംബങ്ങൾ വീടും നാടും ഉപേക്ഷിച്ച് അലഞ്ഞു നടക്കുന്നു. ഈ നാശത്തിനിടയിൽ പലരും ഇസ്ലാമിനെ ചോദ്യം ചെയ്യുകയും അവരിൽ നല്ലൊരു വിഭാഗവും ഇസ്ലാം മതത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ടു ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന കാഴ്ചകളാണ് കണ്ടുവരുന്നതെന്ന് മുസ്ലിങ്ങളുടെ ഇടയിൽ ഒരു മിഷണറിയായി പ്രവർത്തിച്ചുവരുന്ന ഹൊറൈസൺ ഇന്റർനാഷണലിന്റെ പാസ്റ്റർ ജോർജ് ഹൌസ്നി പറഞ്ഞു. അടുത്തിടെ ദക്ഷിണ കൊറിയയിലെ സോളിൽ പാസ്റ്റർ ഹൌസ്നിയും സിറിയ, ലെബനൻ, തുർക്കി, ഇറാഖ് എന്നിവിടങ്ങളിൽ നിന്നുള്ള മുൻ കുർദിഷ് മുസ്ലിങ്ങളായിരുന്ന ഇപ്പോൾ ക്രിസ്ത്യാനികളായ അനേകരും ഉണ്ടായിരുന്നു. പാസ്റ്റർ ഹൌസ്നി 50 വർഷത്തിലേറെയായി മുസ്ലിങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് കുർദിഷ് ജനതയ്ക്കിടയിൽ ശുശ്രൂഷ ചെയ്തുവരുന്നു. 1973 സുവിശേഷം ആദ്യമായി മനസ്സിലാക്കാൻ പലർക്കും കഴിയുന്ന തരത്തിൽ ബൈബിൾ കുർദിഷ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യാൻ അദ്ദേഹം സഹായിച്ചു. ഇന്ന് ലോകമെമ്പാടും ചിതറിക്കിടക്കുന്ന ഏകദേശം 40 ദശലക്ഷം കുർദുകളുണ്ട്. അവരുടെ ഇടയിൽ ആത്മീയ ഉറവുകൾ തുറക്കപ്പെടുകയാണ്. ഹൌസ്നി പറഞ്ഞു. എല്ലാ യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോഴും ക്രിസ്തുവിങ്കലേക്ക് വലിയൊരു മുന്നേറ്റം ഉണ്ടാകുന്നു. അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ നാശത്തിനിടയിൽ പലരും ഇസ്ലാമിനെ ചോദ്യം ചെയ്യുകയും അവരിൽ നല്ലൊരു വിഭാഗവും ഇസ്ലാം മതത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ടു ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന കാഴ്ചകളാണ് കണ്ടുവരുന്നതെന്ന് മുസ്ലിങ്ങളുടെ ഇടയിൽ ഒരു മിഷണറിയായി പ്രവർത്തിച്ചുവരുന്ന ഹൊറൈസൺ ഇന്റർനാഷണലിന്റെ പാസ്റ്റർ ജോർജ് ഹൌസ്നി പറഞ്ഞു. അടുത്തിടെ ദക്ഷിണ കൊറിയയിലെ സോളിൽ പാസ്റ്റർ ഹൌസ്നിയും സിറിയ, ലെബനൻ, തുർക്കി, ഇറാഖ് എന്നിവിടങ്ങളിൽ നിന്നുള്ള മുൻ കുർദിഷ് മുസ്ലിങ്ങളായിരുന്ന ഇപ്പോൾ ക്രിസ്ത്യാനികളായ അനേകരും ഉണ്ടായിരുന്നു. പാസ്റ്റർ ഹൌസ്നി 50 വർഷത്തിലേറെയായി മുസ്ലിങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് കുർദിഷ് ജനതയ്ക്കിടയിൽ ശുശ്രൂഷ ചെയ്തുവരുന്നു. 1973 സുവിശേഷം ആദ്യമായി മനസ്സിലാക്കാൻ പലർക്കും കഴിയുന്ന തരത്തിൽ ബൈബിൾ കുർദിഷ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യാൻ അദ്ദേഹം സഹായിച്ചു. ഇന്ന് ലോകമെമ്പാടും ചിതറിക്കിടക്കുന്ന ഏകദേശം 40 ദശലക്ഷം കുർദുകളുണ്ട്. അവരുടെ ഇടയിൽ ആത്മീയ ഉറവുകൾ തുറക്കപ്പെടുകയാണ്. ഹൌസ്നി പറഞ്ഞു. എല്ലാ യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോഴും ക്രിസ്തുവിങ്കലേക്ക് വലിയൊരു മുന്നേറ്റം ഉണ്ടാകുന്നു. അദ്ദേഹം കൂട്ടിച്ചേർത്തു.